ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൽക്കി 2198 AD എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിവ്യൂ ആണ്. ലേറ്റായെന്നറിയാം, കുറേ റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയാം. പക്ഷേ ഇതെൻ്റെ അഭിപ്രായമാണ്. പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന പടമായിരുന്നു ഈ പടം. ആ ഹൈപ്പ് പടത്തിൽ നിന്ന് നിലനിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയെന്ന് തന്നെ പറയാം. ഈ പടം നല്ലതാവുമെന്ന് മുന്നേ തന്നെ വിചാരിച്ചിരുന്നു. അതിനൊറ്റ കാരണം ഈ നാഗേശൻ എന്ന ഡയറക്ടറാണ്. എന്തായാലും ആ വിശ്വാസം തെറ്റിയിട്ടില്ല. ഒരു കിടിലൻ ക്വാളിറ്റി പടം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പടത്തിന്റെ സ്റ്റോറി സൂപ്പറാണ്. കാരണം മഹാഭാരതവും ഫ്യൂച്ചറും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അത് തന്നെ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ പടത്തിന്റെ സ്ക്രീൻ പ്ലേ നല്ലതാണ്. പക്ഷെ ഫസ്റ്റ് വേൾഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയിപ്പിക്കാൻ വേണ്ടി ടൈം എടുക്കുന്നുണ്ട്. പിന്നെ പടം നല്ല വൃത്തിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാശി, ശംബാല കോംപ്ലക്സ്, ഈ 3 സ്ഥലവും 3 ലോകം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ട്രെയിലറിലും പോസ്റ്ററിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ. എന്തായാലും പടം അടിപൊളിയാണ്. ഞാൻ 3Dയിലല്ല കണ്ടത്, 2Dയിലാണ്. കാരണം 2D കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളും 3D കാണണമെന്ന് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ 3Dയിൽ കാണാം. കാരണം ഇത് 2Dയിൽ നിന്ന് 3Dക്ക് കൺവേർട്ട് ചെയ്തൊരു പടമാണ്. പക്ഷെ അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. പിന്നെ പടത്തിൽ കുറേ കാസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. കുറേ റൂമറും വന്നിരുന്നു. എന്തായാലും പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പടുക്കോൺ, കമൽഹാസൻ, അങ്ങനെ കുറേ പേരുണ്ട്. ഓരോരുത്തരായിട്ട് പറയാം. ഫസ്റ്റ് തന്നെ അമിതാഭ് ബച്ചൻ. ഈ പടത്തിൽ പ്രഭാസിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് അമിതാഭ് ബച്ചൻ തന്നെയാണ്. ഈ പടത്തിൽ അശ്വത്ഥാമ എന്ന ക്യാരക്ടറായിട്ടാണ് അമിതാഭ് ബച്ചൻ വന്നിട്ടുള്ളത്. അത് ആൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഓൾറെഡി ഹൈറ്റ് അത്യാവശ്യം ഉള്ളതാണ്. പക്ഷേ ഈ പടത്തിൽ ആളുടെ ഹൈറ്റിനേക്കാളും കൂടുതൽ ആക്കിയിട്ടുണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അത് അമിതാഭ് ബച്ചൻ്റെ കുഴപ്പമല്ല, ഒരു AI വന്ന ഒരു പ്രോബ്ലമാണ്. ആളുടെ ഒരു ചെറുപ്പക്കാലം അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ സമയത്ത്, ആളുടെ താടിയൊക്കെ നിരക്കാത്ത സമയത്ത് അശ്വത്ഥാമായിട്ടുള്ളത് കാണിച്ചപ്പോൾ AI വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ട്. അത് കുറച്ച് നന്നാക്കായിരുന്നു. ഇത്രയും ബഡ്ജറ്റ് ഉണ്ടായിട്ട് അതും എന്തുകൊണ്ട് ശരിയാക്കിയില്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നു. ബാക്കിയൊക്കെ സെറ്റാണ്. പിന്നെ സെക്കൻഡ് കമൽഹാസനാണ്. ഈ പടത്തിൽ കമൽഹാസന് കുറച്ച് ടൈം ഉള്ളൂ, പക്ഷെ ഉള്ളത് സീനാക്കിയിട്ടുണ്ട്. ഈ പടത്തിൽ സുപ്രീം യാസ്കി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പാർട്ടിലത്തെ വില്ലനായിട്ടാണ് ആൾ മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ടൈം കൊടുത്തിട്ടുള്ളത്. പിന്നെ ആൾ പ്രത്യേകിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വേറെ ലെവലാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കമൽഹാസൻ നെക്സ്റ്റ് പാർട്ടിലാണ് വില്ലൻ. അപ്പോൾ ഈ പടത്തിലത്തെ വില്ലൻ ശാശ്വത കാറ്റർജി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മാനാസ് എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ആൾ സൂപ്പറാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ദീപിക പടുക്കോണാണ്. ആളുടെ ഓരോ പോസ്റ്റർ വന്നപ്പോഴും നമ്മൾ വിചാരിച്ച ഫൈറ്റൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുന്നായിരുന്നു. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഫൈറ്റൊക്കെ ചെയ്യുന്നതായിരുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ട്രെയിലറിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് ഈ ക്യാരക്ടർ. അത് നന്നായി ചെയ്തിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഈ പടത്തിൽ സുമതി എന്നാണ് ദീപിക പടുക്കോൻ്റെ ക്യാരക്ടർ പേര്. അടുത്തത് പശുപതി. ആളിതിൽ വീരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമാണ്. ചെറിയൊരു റോളാണ്, അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടിയായിട്ട് ഒരാൾ വന്നിരുന്നു, റായ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ആളുടെ പേർക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് അശ്വത്ഥാമ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കൂടെ നടക്കുന്ന കുട്ടിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ശോഭന, ആളുടെ ഈ പടത്തിലത്തെ പേര് മറിയം എന്നാണ്. ആൾ അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അന്നവന്, ആളുടെ ഈ പടത്തിൽ പേര് കൈറ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൾ സൂപ്പറാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ SS രാജമൗലി വന്നിരുന്നു. അതൊരു ആവശ്യമില്ലാത്ത ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മൃണാൽ താക്കൂർ വന്നിരുന്നു. ആളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല പടത്തിൽ, പക്ഷെ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്ന് അത്രേ ഉള്ളൂ. അതേമാതിരി തന്നെയാണ് ദിശ പട്ടാണി. ആളുടെയും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അതൊരു സ്ഥലം അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതുപോലെ തോന്നി. പിന്നെ ദുൽഖർ സൽമാൻ ആളുണ്ടായിരുന്നു ഇതിൽ. ആളുടെ ക്യാരക്ടർ ആവശ്യമില്ലായിരുന്നെന്ന് തോന്നി, പക്ഷെ നെക്സ്റ്റ് പാർട്ടിയിലൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. പിന്നെ വിജയ് ദേവരകൊണ്ട, ആളുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഡയറക്റ്റ് പോയി കണ്ടാൽ മതി. പിന്നെ പ്രഭാസ് ഇതിൽ ഭൈരവ എന്ന ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ട്, അത് സർപ്രൈസ് പോലെ ഇരിക്കട്ടെ. ഈ ഭൈരവ എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ എൻട്രി വേറെ ലെവലാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഈ ക്യാരക്ടറാണ് കാണിക്കുന്നത്. ആ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ അത്യാവശ്യം ശോഭമായിരുന്നു ആള്. പ്രത്യേകിച്ച് ഇതിൽ ബുജ്ജി എന്ന് പറഞ്ഞ കാറ് അല്ലെങ്കിൽ ഒരു റോബോട്ട് ഉണ്ട്. അതും പ്രഭാസും തമ്മിൽ കുറേ കോൺവെർസേഷൻസ് ഉണ്ട്. കോമഡി രീതിയിലുള്ള കാര്യങ്ങളാണ്, പക്ഷെ കുറേ ഒന്നും വർക്കായിട്ടില്ല. പിന്നെ ആ ബുജിക്ക് സൗണ്ട് നൽകിയിട്ടുള്ള കീർത്തി സുരേഷാണ്. അതൊക്കെ നൈസായിരുന്നു. പിന്നെ കാർ ഒറിജിനലായിട്ട് ഈ പടത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ആ വണ്ടിയെ തന്നെ അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പറായി തോന്നി. പിന്നെ ഈ കോമഡി ഒരു പ്രശ്നമാകുന്നത് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ 3/4 ഭാഗം വരെയാണ്. ലാസ്റ്റത്തെ 1/4 ഭാഗം അല്ലെങ്കിൽ ഇൻ്റർവെല്ലാകുമ്പോൾ പടത്തിൽ ഇവർ സെറ്റാവുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു അനിമേഷൻ സീരീസ് ഉണ്ട്, അത് ഒരു പടം ഇറങ്ങാനായിട്ട് മുന്നേ പുറത്തിറക്കിയതാണ്. B&B ബുജ്ജി ആൻഡ് ഭൈരവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമേഷൻ സീരീസ് ആണ്. ഒരു 14 മിനിറ്റുള്ള 2 വീഡിയോസാണ് അല്ലെങ്കിൽ 2 എപ്പിസോഡാണ്. ആമസോൺ പ്രൈമിലാണ് വന്നത്. അതൊന്ന് കാണുകയാണെങ്കിൽ ബുജിയെയും
ഓസ്കാറിനെയും എങ്ങനെയാണ് പ്രഭാസിന് കിട്ടിയതെന്ന് മനസ്സിലാവും. അത് കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഈ പടത്തിൽ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഡീറ്റെയിൽ അറിയണം വെച്ചാൽ അനിമേഷൻ സീരീസ് കണ്ടാൽ മതി. പിന്നെ പ്രഭാസ് ഈ പടത്തിൽ ഏറ്റവും സൂപ്പറായി വരുന്നത് ക്ലൈമാക്സിലാണ്. അതിൽ തന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ഫയറാണ്. ആ സമയത്ത് ആളുടെ ബാഹുബലിയെ കണ്ട് ഓർമ്മ വന്നു മനസ്സിൽ. എന്തായാലും ആൾക്ക് ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ പടം. കാരണം ബാഹുബലിക്ക് ശേഷം ആളുടെ വന്ന സാഹോ, രാധേശ്യാമ്, ആദിപുരുഷ് ഇതൊക്കെ മൂഞ്ചിയതാണ്. പിന്നെ സലാറായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ അതും ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ആയി ഒതുങ്ങി. പക്ഷെ ഇതിലൂടെ ആള് 100% തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അടുത്ത പടം എന്താവുമെന്ന് അറിയില്ല, പക്ഷെ ഇത് പൊളിയാണ്. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ ആണ്. പാട്ടുകളെന്ന് പറയാനായിട്ട് അധികം ഒന്നുമില്ല. ഒരു ഭൈരവാനന്ദം ഉണ്ട്, അത് രസമായിരുന്നു. പിന്നെ തീം ഓഫ് കൽക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് നന്നായിരുന്നു. പിന്നെ മ്യൂസിക് അത് കുഴപ്പമില്ല എന്നുള്ളൂ. കാരണം റിപ്പീറ്റ് അടിച്ച് കുറേ പ്രാവശ്യം സെയിം മ്യൂസിക് വരുന്നത് കൊണ്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ആള് തകർത്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി സെറ്റ് ആക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ പടത്തിലത്തെ ഫൈറ്റ്സ്, ഒരു പാട്ട് ഫൈറ്റിന്റെ കൂടെ ആയിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഫൈറ്റ് ലാഗ് ഫൈറ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ കുറച്ച് വലിച്ചു നീട്ടിയ ഫൈറ്റ് ആയിരുന്നു. അത് ഫസ്റ്റ് ഫൈറ്റും ആയിരുന്നു. പിന്നെ ഈ പടത്തിൽ ഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ചറവറ ഫൈറ്റ്സ് അല്ല, ആ കൂടി 3 ഫൈറ്റ്സ് ഉള്ളു. പക്ഷെ ആ ഫൈറ്റൊക്കെ വലിയ ഫൈറ്റുകളായിരുന്നു. എന്നുവെച്ചാൽ കുറേ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതിൽ ആ ഫസ്റ്റ് ഫൈറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫൈറ്റൊക്കെ തീയായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റും അതേമാതിരി അമിതാഭ് ബച്ചനും പ്രഭാസും കൂടിയിട്ടുള്ള ഫൈറ്റും വേറെ ലെവൽ തന്നെയായിരുന്നു. എന്തായാലും പടം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണേണ്ടതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. പിന്നെ പടം കുറച്ച് സ്ലോ ആണ്, പക്ഷെ എനിക്ക് പടം പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് തോന്നിയത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ പടമാണ്. അത് ഇതിന്റെ മേക്കിങ്ങിലും എല്ലാത്തിനും കാണാനും ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ആവറേജ് അല്ലെങ്കിൽ അബവ് ആവറേജ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫും വേറെ ലെവലായിട്ടുള്ള സെക്കൻഡ് ഹാഫും കൂടിയിട്ടുള്ള ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ പടമാണിത്. നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് മുതലാവും. എനിക്ക് മുതലായി, നിങ്ങൾക്കാവും എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 10ൽ 9 പിന്നെ വൈജയന്തി മൂവീസിനും അതിൻ്റെ ആൾക്കാർക്കും താങ്ക്സ് പറയാണ്. കാരണം അവർ ഈ പടത്തിന് വേണ്ടി പൈസ ഇറക്കിയോണ്ടാണ് നമുക്ക് ഈ പടം കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസിനായും അപ്ഡേറ്റ്സിനായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.